പുസ്തകം നമ്മുടെ കമ്പാനിയനാവണം. അങ്ങനെ വായിച്ച് നല്ല സ്പീഡിൽ വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ എത്ര പുസ്തകം വേണമെങ്കിലും വായിക്കാം. അപ്പോൾ നടക്കുന്നതും ഓടുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ? ഓടാൻ കഴിഞ്ഞാൽ വേഗം എത്താം ഇല്ലേ? ഒരാൾ നടക്കുന്നു, വേറെ ആൾ ഓടുന്നു. അതുപോലെയാണ് സ്പീഡ് റീഡിങ്. സ്പീഡിൽ പോയാൽ വേഗം എത്താം. അതുകൊണ്ട് നമ്മുടെ വന്ദേ ഭാരത് വേഗം എത്തിയാൽ പോരാ, നമ്മളും പുതിയ വിജ്ഞാന ലോകത്തിലേക്ക് വേഗം വായിച്ചെത്തണം. ഓടിയെത്തല്ല, വായിച്ചെത്തണം. അങ്ങനെ വായിച്ചാൽ എവിടെയും എത്താം. ട്രെയിനിലിരുന്നും വായിക്കാം, ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിലിരുന്നും വായിക്കാം, പറക്കുന്ന വിമാനത്തിലിരുന്നും വായിക്കാം. ഇനി ഞാൻ അവസാനിപ്പിക്കാം. 2 പുസ്തകങ്ങളാണ് ഇപ്പം എൻ്റെ മേശപ്പുറത്തിരിക്കുന്നത്. ഒന്ന് ഏറ്റവും പുതുതായിട്ട് ഇറങ്ങിയിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധമായ ഓട്ടോബയോഗ്രഫി ആയിട്ട് അറിയപ്പെടാൻ പോകുന്ന ജസ്റ്റ് ബീയിങ് എന്ന റോമില താപ്പറുടെ പുസ്തകമാണ്. ഏതാണ്ട് 1000 പേജുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടിയൊരു പുസ്തകമാണ്. നിങ്ങളുടെ സയൻസ് പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും വായിക്കാം. വളരെ ഈസി റീഡിംഗ് ആണ്. എംപയർ ഓഫ് AI എന്ന പുസ്തകം ഇപ്പോൾ എൻ്റെ മേശപ്പുറത്തിരിക്കുന്നുണ്ട്. കാരൻ ഹാവോ HAO എന്ന ഒരു വനിതയാണ് അത് എഴുതിയിട്ടുള്ളത്. വളരെ ലളിതമായിട്ട് വായിക്കാവുന്ന പുസ്തകമാണ്. എലോൺ മസ്കിനുമായിട്ടൊക്കെ അവരുടെയൊക്കെ കഥകളും അവരുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലെ ഡയലോഗുകളും കോൺവെർസേഷൻസും ഒക്കെ വെച്ച് ആളുകളെ കൊണ്ട് വായിപ്പിച്ചേ പറ്റൂ എന്ന് കരുതുന്ന ഒരു പുസ്തകമാണ് എംപയർ ഓഫ് AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അപ്പോൾ ഈ 2 പുസ്തകമാണ് ഇപ്പോൾ എൻ്റെ മേശപ്പുറത്ത് ഇരിക്കുന്നത്. അതിലാണ് ഏറ്റവും നല്ല പുസ്തകങ്ങളെന്നല്ല, അതിൽ ഈ ജസ്റ്റ് ബീയിങ് എന്നുള്ള പുസ്തകം തീർച്ചയായിട്ടും ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന റോമില താപ്പർ എന്ന ലോകപ്രസിദ്ധയായ ചരിത്രകാരിയുടെ ആത്മകഥയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ചിലരെങ്കിലും മനസ്സിലുണ്ടാവും, താങ്കൾ വായിച്ച ഏറ്റവും നല്ല പുസ്തകം ഏതാണ്? നിങ്ങളെ സ്വാധീനിച്ച നിരവധി പുസ്തകങ്ങളുണ്ടെങ്കിൽ ഇന്ന് എൻ്റെ മനസ്സിൽ വരുന്ന ഒരു പുസ്തകം ആത്മകഥ ആണല്ലോ എന്ന് ചർച്ച ചെയ്യുന്നത്. എൻ്റെ മനസ്സിൽ വരുന്ന ഏറ്റവും ഗൗരവമായൊരു പുസ്തകം ഞാൻ വായിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ബർട്രാൻഡ് റസ്സലിൻ്റെ 3 വോള്യത്തിലുള്ള ആത്മകഥകളാണ്. അത് നിങ്ങളുടെ ലൈബ്രറിയിൽ ഇല്ലെങ്കിൽ അതും വായിക്കണം. അതിപ്പോൾ പ്രിൻറ്റിൽ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. ലോകത്തെ ഏറ്റവും നല്ല പുസ്തകങ്ങളിൽ ഒന്നായിട്ടാണ് എനിക്ക് അതിനെക്കുറിച്ച് തോന്നിയിട്ടുള്ളത്. പക്ഷേ എനിക്കിഷ്ടമുള്ള പുസ്തകങ്ങളുടെ പേര് പറയാൻ തുടങ്ങി നിങ്ങളെ ബോറടിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ 2 ആത്മകഥകളെക്കുറിച്ച് ഞാൻ ഇവിടെ പറഞ്ഞു. പിന്നെ നമുക്ക് നെഹ്റുവിനെ പോലുള്ള ആളുകൾ എഴുതിയ പുസ്തകങ്ങളെല്ലാം ഉണ്ട്. ഇപ്പോൾ ഏറ്റവും നമ്മുടെ ചെറിയ ചെറുപ്പക്കാരായിട്ടുള്ള എഴുതിയ പുസ്തകങ്ങൾ, ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രി തന്നെ ഒരു പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞ ആ പുസ്തകം വളരെ വൈറലായി. ഏതാണ് ആ പുസ്തകം എന്ന് ആർക്കറിയാം? കൽഭരണികൾ, കമ്പിളിക്കണ്ടത്തെ കൽഭരണികൾ. അത് ലക്ഷക്കണക്കിന് കോപ്പിയായി. അതൊന്നും പഴയ കാലത്ത് അടിച്ച പുസ്തകമല്ല, കഴിഞ്ഞ വർഷം ഇറങ്ങിയ പുസ്തകങ്ങളാണ്. ഞാനീ പറയുന്നതൊക്കെ ഈ കഴിഞ്ഞ വർഷം ഇറങ്ങിയ പുസ്തകങ്ങളാണ്.